പെരുമ്പഴേന്ന് ഒരാളെ വന്ന് രാത്രി കിടന്നുറങ്ങിയപ്പോ കിടന്ന് വിളിച്ചോണ്ട് വന്നായിരുന്നു ഒരു പാർവതി എന്ന് പറയുന്ന ഒരുത്തിക്ക് വേണ്ടി. ഞാനിപ്പോൾ സിയാദിന്റെ വീട്ടിൽ പോയിട്ട് വരികയാണ്. സിയാദിന്റെ ഉമ്മയായിട്ടും വാപ്പയായിട്ടും കണ്ടിരുന്നു. അപ്പോൾ ജൂൺ 16 രാത്രി 12 മണിക്കാണ് സിയാദിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. പാർവതി എന്ന പോലീസിന്റെ ഗുണ്ടായുസം അവസാനിപ്പിക്കുക. കൊല്ലം കുണ്ട്രയിൽ സിയാദ് എന്ന് പറയുന്ന ഒരു നിരപരാധിയായ ഒരു യുവാവിനെ അറസ്റ്റ് ചെയ്ത് ഇടിച്ചിഞ്ചിപ്പരുവാക്കി. ഓക്കെ, തന്തയില്ലായ്മ എന്നല്ലാണ്ട് മറ്റൊന്നും അതിലെനിക്ക് പറയാനില്ല. നല്ലവരായ ഒരുപാട് പോലീസുകാരുണ്ട്. ഞാൻ ഒരുപാട് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് ഇന്നേ വരെ ഒരു സ്റ്റേഷനിൽ പോലും മോശം അനുഭവം ഉണ്ടായിട്ടില്ല. നല്ല പോലീസുകാരെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്നാൽ പോലീസുകാർക്കും കൂടി അപമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴുപ്പണം കെട്ട പോലീസുകാരും ഈ കേരള പോലീസിൽ ഉണ്ട്. വിരലെണ്ണാവുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്തു പറയാം. ഞാൻ ഒരുപാട് കേസുകളിൽ കയറി ഇറങ്ങിയിട്ടും വിളിച്ചും ഒക്കെ സംസാരിച്ചിട്ടുള്ളത് എനിക്ക് നല്ല ഒരു സമീപനമാണ് കേരള പോലീസിൽ നിന്നും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഇനി എന്നാണോ എന്തോ ഇതുപോലത്തെ അനുഭവം ഉണ്ടാകുന്നത് അറിയില്ല. എന്നാൽ ഇവിടെ സിയാദ് എന്ന് പറയുന്ന ഒരു പാവം യുവാനെ ഇടിച്ച് ചതച്ച് ഇഞ്ചിപ്പരുവാക്കി. റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള സിയാദിൻ്റെ കൂട്ടുകാരനായിട്ടുള്ള വിഷ്ണു എന്നങ്ങാണ്ടാണ് അവൻ്റെ പേര്. അവൻ്റെ കൊച്ചിനെ കാണാതെയായപ്പോൾ അത് സിയാദാണ് അത് തട്ടിക്കൊണ്ടുപോയത്, അല്ലെങ്കിൽ സിയാദാണ് അതിന് കാരണക്കാരൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ മിസ്സിംഗ് കേസിൻ്റെ പേരിൽ ഒരു തെളിവും ഇല്ലാണ്ട്, അല്ലെങ്കിൽ ഒരു പേപ്പർ പോലും ഇല്ലാണ്ട് വീട്ടിൽ വന്ന് സിയാദിനെ പൊക്കിക്കൊണ്ടുപോയി. ഈ സിയാദിലോട്ട് ഈ വിഷയം എങ്ങനെ ചൂണ്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ തൊട്ടടുത്തുള്ള അവന് 15 വയസ്സായ ഒരു മകളുണ്ട്, ആ കുട്ടിക്ക് ഒരു അനിയനും ഉണ്ട്. ഓക്കെ, ഈ മകളെ ഇവൻ എന്തോ ശാസിച്ചിട്ടുണ്ടായിരുന്നു സിയാദ്. അത് തൻ്റെ സുഹൃത്തിൻ്റെ മകളെന്ന നിലയ്ക്കാണ് ആ ഒരു ശാസന കൊടുത്തത്. വേറൊന്നുമല്ല, ആ മകൾക്ക് എന്തോ റിലേഷൻഷിപ്പ് എന്തോ വന്നപ്പോൾ അവൻ അതൊന്ന് ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ആ പെൺകുട്ടിക്ക് പിടിച്ചില്ല. അതിനെ തുടർന്ന് ആ പെൺകുട്ടിയാണ് സിയാദിൻ്റെ പേര് പോലീസിലേക്ക് പറഞ്ഞെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആ പെൺകുട്ടിക്ക് പോലീസിൽ ആരോ ഒക്കെ ആയിട്ട് ഇടപാടുണ്ട്, ബന്ധമുണ്ട്. വേറെ മോശം ബന്ധമല്ല, അല്ലാണ്ടുള്ള ബന്ധമുണ്ട്. അതിനെ തുടർന്നിട്ടൊക്കെയാണ് സിയാദിൻ്റെ പേര് പറയുകയും സിയാദിനെ വേറെ ഒരു തെളിവും ഇല്ലാണ്ട് ഒന്നുമില്ലാണ്ട് പിടിച്ചറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതും പോണ വഴിക്ക് ഇടിച്ച് ഇഞ്ചിപ്പരുവാക്കിയതും. തന്തയില്ലായ്മ എന്നല്ലാണ്ട് മറ്റൊന്നും എനിക്കതിൽ പറയാനില്ല. ഓക്കെ, വെറും മോശമായിപ്പോയി, തൊട്ടിത്തനമായിപ്പോയി. എന്നിട്ട് കഴിഞ്ഞ 16 എങ്ങാണ്ടാണ് പിടിച്ചുകൊണ്ട് പോയത്. അവൻ ഇടിച്ച് ഇഞ്ചിപ്പരുവാക്കി. അതിലേറ്റവും കൂടുതൽ എന്നെ വിഷമിപ്പിച്ചത് സിയാദിൻ്റെ മകളായിട്ടുള്ള പെൺകുട്ടി സ്റ്റേഷനിൽ വിളിച്ച് സംസാരിക്കുന്ന ആ ഒരു വോയിസ്. അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എന്തോ പോലെ ആയിപ്പോയി. ഈ ഇടിച്ച് ഇഞ്ചിപ്പരുവാക്കിയ അദ്ദേഹത്തെ തന്നെ ഈ പറയുന്ന മകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, വിളിച്ച് സംസാരിച്ചു. ആ സമയത്ത് ആ മകളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരുമാതിരി ആയിപ്പോവും. എന്തായാലും കേരള പോലീസ് എല്ലാവർക്കും അല്ല, ഇതുപോലത്തെ ഗുണ്ടായുസം നടത്തുന്നവന്മാർക്ക് ഇരിക്കട്ടെ ഒരു സല്യൂട്ട്. നീയൊക്കെ കാരണം ഓരോ കുടുംബങ്ങളാണ് തകരുന്നത്. നിനക്കൊക്കെ എന്തിൻ്റെ കഴപ്പാണ് കുത്തിക്കഴപ്പാണെന്നൊന്നും എനിക്കറിയത്തില്ല. പാവപ്പെട്ടവന്മാരുടെ നെഞ്ചത്ത് നിൻ്റെയൊക്കെ കൈയൂക്ക് കാണിക്കുന്നില്ലേ? ഈ കൈകളെയാണ് വെട്ടേണ്ടത്. കേരള പോലീസിലുണ്ട്, അല്ലെങ്കിൽ പോലീസിൽ കയറി കഴിഞ്ഞാൽ എന്ത് തന്തയില്ലായ്മ കാണിക്കാമെന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ അത് ഇതോടെ മടക്കി വയ്ക്കുക. ഇതുപോലത്തെ ഗുണ്ടാ പോലീസുകാരെ സസ്പെൻഷൻ അല്ല, ഡിസ്മിസ് ചെയ്ത് വിടുക. ഇപ്പോൾ സസ്പെൻഷൻ ചിലപ്പോൾ കൊടുക്കുമായിരിക്കും, പക്ഷെ ഡിസ്മിസ് ചെയ്ത് വിടുക. അതിനോടൊപ്പം നിയമപരമായിട്ട് മാക്സിമം ശിക്ഷകളും വാങ്ങിക്കൊടുക്കുക. ഒരു നിരപരാധിയായ ഒരുത്തനെ ഇടിച്ച് ഇഞ്ചിപ്പരുവാക്കിയതിന് ഇവനൊക്കെതിരെ നടപടി എടുക്കുക. അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. എന്തായാലും സിയാദിൻ്റെ ആ ഒരു മകളുടെ ആ ഒരു വോയിസിലോട്ട് പോവാം. സ്റ്റേഷനിലോട്ട് അദ്ദേഹത്തെ ഒന്ന് വിളിക്കുന്ന വോയിസിലോട്ട് നമുക്കൊന്ന് പോവാം. കൊല്ലം കുണ്ടറയിൽ യുവാവ് മരിച്ചതിൽ പോലീസിനെതിരെ ആരോപണവുമായി കുടുംബം. വിദ്യാർത്ഥിയെ കാണാതായെന്ന പരാതിയിൽ കുണ്ടറ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച സിയാദ് കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റതാണ് മരണകാരണമെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. മരിച്ച സിയാദിന്റെ മകളും പോലീസുകാരനും തമ്മിലുള്ള ഫോൺ സംഭാഷണം ഏഷ്യാനെറ്റ് ന്യൂസിന് ലഭിച്ചു. ആദ്യം അതിലേക്ക്. ശ്രീജിത്ത് അതെല്ലോ, ഒന്നാളൊരു ടൈം മിസ്സിംഗ് കേസിന് ഒന്ന് പിടിച്ചോണ്ട് പോയായിരുന്നു വീട്ടിൽ നിന്ന്. പെരുമ്പഴേന്ന് ഒരാളെ വന്ന് രാത്രി കിടന്നുറങ്ങിയപ്പോ കിടന്ന് വിളിച്ചോണ്ട് വന്നായിരുന്നു ഒരു പാർവതി എന്ന് പറയുന്ന ഒരുത്തിക്ക് വേണ്ടി. ഓർമ്മയില്ലേ? പെരുമ്പഴ കുരിശടി എടുത്ത് 2 പിള്ളേർ മിസ്സിംഗ് കേസിന് ഓർമ്മയുണ്ടോ? ഇടിച്ച് തൊലച്ചില്ലടാ നീയൊക്കെ. ഗുണ്ടായുസോടാ നിന്റെയൊക്കെ ഗുണ്ടായുസം. തൊലച്ചില്ലടാ ഒരു നിരപരാധിയെ പിടിച്ചിട്ട്. ഈ പാവപ്പെട്ടവർക്ക് ചോദിക്കാനും പറയാൻ ആരും ഇല്ല എന്ന് വിചാരിച്ച് അവൻ്റെയൊക്കെ നെഞ്ചത്തിടിച്ച് കയറുന്ന നിൻ്റെയൊക്കെ ഗുണ്ടായുസം നിറഞ്ഞ തന്തയില്ലാത്ത പരിപാടിയില്ലേ, മാറ്റിവെക്കുക. ഇവരൊക്കെതിരെ നടപടി എടുക്കണം. സസ്പെൻഷനിൽ ഒതുക്കരുത്, ഡിസ്മിസ് ചെയ്യണം. കാരണം ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് തൊലച്ചത്. അതും എന്തോ ഒരു വ്യാജ പരാതി, ഒരു റിലവൻ്റ് ആയിട്ട് ഒരു തെളിവ് പോലും കിട്ടാതെ ഒരു പെണ്ണ് വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ
അവർ പരാതി എടുക്കുന്നു, നേരെ അവന് വീട്ടിൽ കയറി പൊക്കുന്നു, പോകുന്ന വഴിക്ക് ഇടിച്ച് ഇഞ്ചിപ്പരുവാകത്തു. ആ പെണ്ണും ആ പെണ്ണിൻ്റെ സഹോദരൻ തമ്മിലുള്ള എന്തോ വഴക്കിൻ്റെ പിന്നാലെയാണ് ആ പയ്യൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. അങ്ങനെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ആ പെണ്ണ് നേരെ ഈ സിയാദിനോടുള്ള പഴയ ദേഷ്യത്ത് ഉപദേശിച്ചില്ലേ, മറ്റേ പ്രേമം പൊക്കിയപ്പോൾ ഉപദേശിച്ചില്ലേ, ആ ഉപദേശത്തിൻ്റെ ദേഷ്യത്തിൻ്റെ പുറത്ത് സിയാദിൻ്റെ തലയിലോട്ട് ചാർത്തി കൊടുത്ത്. അങ്ങനെയാണ് ഒരു തെളിവും ഇല്ലാണ്ട് ഒരു കൊച്ചു പറഞ്ഞെന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിൽ പിടിച്ചോണ്ട് പോവുകയാണ്. ഓക്കെ, പിടിച്ചോണ്ട് പോയതോ പോട്ട്, ഇടിച്ച് ഇഞ്ചിപ്പരുവാക്കി എന്തിനാടാ നാറികളെ തൊലച്ചില്ലേ? ആ സിയാദ് എന്ന് പറയുന്ന വ്യക്തിക്ക് സുഖമില്ലാത്ത വ്യക്തിയാണെന്ന് ആ മകള് എല്ലാവരും പറഞ്ഞതല്ലടേ, തൊലച്ചില്ല. എന്നിട്ട് ആ കുടുംബത്തിൻ്റെ അത്താണി ഇല്ലാണ്ടാക്കില്ല നീയൊക്കെ എല്ലാം കൂടി. കേരള പോലീസ് അപമാനമായ കുറെ കഴിപ്പണം കെട്ട ഗുണ്ടായുസം നിറഞ്ഞവന്മാർ. അല്ലാണ്ട് നിന്നെയൊക്കെ എന്നാ പറയാന്ന്? ഇപ്പൊ എന്താ പറ്റിയെന്ന് അന്ന് സാറിന് എല്ലാത്തിനും പറഞ്ഞില്ല, എന്റെ പപ്പാക്ക് വയ്യാത്തേ ആണോ? അന്ന് സാറ് അവിടെ ഇട്ട് ഇടിച്ചെന്ന് അന്ന് അവിടെ വെച്ച് പപ്പ പറയായിരുന്നു, സാറാ ഇടിച്ചെന്നും പറഞ്ഞ്. ഇപ്പൊ എന്റെ പപ്പ പോയി. ഞാൻ എന്റെ കാര്യം പറയുന്നേ തെളിവുണ്ട് സാറേ. അങ്ങനെ ആശുപത്രി പോയപ്പോ ഇത് ആരെ ഇടിച്ചെന്ന് വെച്ച് നട്ടല് മൊത്തം പഴുത്തിപ്പോ സീരിയസ് ആയിട്ട് കിടന്ന് ഇപ്പൊ പോയി. അന്ന് സാറിന്റെ അടുത്ത് 100 വട്ടം ഞാൻ പറഞ്ഞതാ വയ്യാത്ത ആളാ പോയി. ഞങ്ങൾക്കാണ് ഇപ്പൊ ഇല്ലാതെ വന്നത്. സാറിന് ഇപ്പൊ ഓർമ്മ കാണത്തില്ല. എടാ, നീയൊക്കെ ആ മകളുടെ കണ്ണുനീര് എവിടെ കൊണ്ടടാ ഈ ശാപം എഴുതി തീർക്കും? എനിക്കറിയാത്തോണ്ട് ഞാൻ ചോദിക്കുക. മകൾ കരയുന്നുണ്ടാ? ഏതോ ഒരു പരാതി എന്ന് വെച്ചിട്ട് അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് പോലും അന്വേഷിക്കാണ്ട് വീട്ടിൽ വന്ന് പൊക്കിക്കൊണ്ടുപോയി ഇടിച്ച് ഇഞ്ചിപ്പരുവാക്കുന്നു. ആ കൊച്ചു കരയുന്നതാണ്ടാ. ഈ ശാപം നിന്നെയൊക്കെ നിന്റെ തലമുറയും വെറുതെ വിടും തോന്നുന്നു. കേരള പോലീസിന് അപമാനമായ തന്തയില്ലാത്തവന്മാർ. അല്ലാണ്ട് നിന്നെയൊക്കെ എന്നാ പറയാനാ? കഷ്ടം, പരമകഷ്ടം. ഒരുപാട് നല്ല വ്യക്തികളുള്ള ഒരിതാണ് കേരള പോലീസ്. കാരണം ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ സംസാരിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളും അടിപൊളിയാണ്. നല്ല ഗ്രേഡിലുള്ള സാറുമാരായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് ഇന്നേ വരെ മോശം അനുഭവം തോന്നിയിട്ടില്ല. ഓക്കെ, നമ്മളൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചാലും അവർ നമ്മളടുത്ത് അപ്രോച്ച് ചെയ്യുന്ന അത്രയും നല്ലൊരു ക്വാളിറ്റിയോട് കൂടിയാണ് നമ്മളടുത്ത് സംസാരിക്കുന്നതും പെരുമാറുന്നതൊക്കെ. പക്ഷേ ഇതുപോലെയുള്ള ഗുണ്ടായുസം നിറഞ്ഞ കഴിപ്പണം കെട്ടവന്മാരുള്ള കേരള പോലീസിന് അപമാനമായിട്ടുള്ള നാറികൾ ഇവിടെ ഉണ്ട്. ആ കൊച്ചിൻ്റെ കരച്ചിൽ നിൻ്റെയൊക്കെ തലമുറ പിന്നിട്ടാൽ ആ ശാപം മാറുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? തൊട്ടി പരിപാടികളാണ് കാണിച്ച ഒരു കുടുംബത്തിനെ ഇല്ലാണ്ടാക്കിയില്ല നീയൊക്കെ. നിൻ്റെയൊക്കെ വീട്ടിലും ഇല്ലേ മക്കളും ഭാര്യയൊക്കെ? നിന്നെയൊക്കെ നാളെ ഇതുപോലെ അവനെ തല്ലിക്കൊല്ലുമ്പം അവരും അനാഥരാവും. നീ എന്നെയൊക്കെ പോലുള്ളവന്മാർ ചാകണം, അതാണ് നല്ലത്. സിയാദിനെ 16-ാം തീയതി കസ്റ്റഡിയിൽ എടുത്തതുള്ള ശരിയാണ്. 17-ാം തീയതി പുലർച്ചെ തന്നെ ഉച്ചയോടുകൂടി തന്നെ ഈ കാണാതായ വിദ്യാർത്ഥി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. അതിനുശേഷം ഈ സിയാദിനെ വിട്ടയക്കുകയാണ്. ഒരു അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞ് വിട്ടയക്കുകയാണ് ഉണ്ടായത്. മർദ്ദനമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. സിയാദിന് ചെസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. മാത്രമല്ല ന്യൂമോണിയ അടക്കമുള്ള കാര്യങ്ങൾ, മഞ്ഞപ്പുറത്ത് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് മരണകാരണമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ വരേണ്ടതുണ്ട്. ജൂൺ 16-ാം തീയതി നടന്ന സംഭവമാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആരോപണം വന്നിരിക്കുന്നത്. 40 ദിവസത്തിൽ ഏറെ ആയിരിക്കുന്നു ഈ സംഭവം നടന്നിട്ട് ഇതുവരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം കുടുംബം ഉന്നയിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി പോലീസ് പറയുന്നുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷം ഇതുവരെ കുടുംബം ഉന്നയിച്ചില്ലെന്ന് പോലീസ് പറയുന്നുണ്ടെന്ന്. പോലീസുകാർ ഇനിയിപ്പോൾ പോലീസുകാരെ വെളുപ്പിക്കലാണല്ലോ പരിപാടി. ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു നാറ്റപ്പേരുണ്ടായി, നമുക്ക് എങ്ങനെ ഇത് വെളുപ്പിച്ചെടുക്കണം, ഇതൊന്നും നമ്മുടെ വിഷയമല്ല, ന്യൂമോണിയ അതും ഇതുമൊക്കെ വന്നിട്ടാണോ തീർന്നേന്ന്. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു തെറ്റും ചെയ്യാത്തൊരു വ്യക്തിയെ വീട്ടിൽ കയറി പൊക്കിക്കൊണ്ടുപോയി ഇടിച്ച് ഇഞ്ചിപ്പരുവാക്കിയത് എന്തിന്? അത്രേ ഉള്ളൂ എൻ്റെ ക്വസ്റ്റ്യൻ. ഇടിച്ച് ഇഞ്ചിപ്പരുവാക്കിയത് എന്തിന്? ഓക്കെ, ന്യൂമോണിയ വന്നിട്ടാണ് ആ വ്യക്തി മരണപ്പെട്ടു പോയത്. അപ്പോൾ ഒരു പെൺകുട്ടി ഒരു പേര് പറഞ്ഞെന്ന് വെച്ചും കൊണ്ട് ആ പേരിനെ തുടർന്നിട്ട് അയാളെ അറസ്റ്റ് ചെയ്യുകയും വ്യാജ ആരോപണത്തിന് പിന്നെ അതിൻ്റെ ഒരു ഇതിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അതും പോകുന്ന വഴിക്ക് ഇടിച്ച് ഇഞ്ചിപ്പരുവാക്കിയത്. അതിനുള്ളൊരു ഉത്തരം എന്താ? എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഇടിച്ചത്? ഓക്കെ, അതൊന്ന് ഉത്തരം കിട്ടിയതിനെ കൊള്ളായിരുന്നു. അടുത്ത ദിവസം എന്താ പയ്യൻ തിരിച്ചു വന്നല്ലേ? അല്ല, കൂട്ടുകാരൻ്റെ കുടുംബം വരുന്നതാ, സൂപ്പറാ. മാത്രമായിരിക്കും ഇത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക. നിലവിൽ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പോലീസിനെതിരെ ഉണ്ടായിട്ടുള്ളത്. പോലീസിന്റെ മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരു വ്യക്തി 40 ദിവസത്തിന് ശേഷം മരണമടഞ്ഞു എന്നുള്ളതാണ് ഈ കുണ്ട്രയിലെ കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. ഇടിച്ച് ഇഞ്ചിപ്പരുവാക്കി 10-40 ദിവസം കഴിഞ്ഞപ്പോൾ ആ വ്യക്തി പോയി.
കുറച്ച് ദിവസം ഭൂമിയിലുണ്ടായിരുന്നു. ഇടിച്ച് ഇഞ്ചി പരിവാക്കിയില്ലേ, സ്പോട്ടിൽ പോയില്ല. പോലീസുകാരന്മാരെ ഇടി അല്ലെങ്കിൽ ഒന്നാം ഇടിയാണ്, പുറത്തൊന്നും കാണാൻ പറ്റത്തില്ല. എല്ലാ അകവും കുളം തോണ്ടി തൊലച്ചു വെച്ചേക്കും. അമ്മമാരെ ഇടി അങ്ങനത്തെ വാക്കില്ലാത്ത ഇടിയാണ്. പുറത്ത് നോക്കുമ്പോൾ കുട്ടപ്പനായിട്ടിരിക്കും, ആകെ മൊത്തം ഇടിച്ച് ഇഞ്ചി പരിവാക്കും. എനിക്ക് തീർക്കേണ്ടവന്മാരെ ഇടിച്ച് തീർക്കും, അതുമില്ല. വല്ല കുട്ടികളെ വല്ലതും ചെയ്യുന്നവന്മാരെയോ അതുപോലത്തെ കഴുപ്പണം കെട്ടവന്മാരെയോ ഒന്നും ചെയ്യത്തുമില്ല. ഇതുപോലെ പാവപ്പെട്ട നിരപരാധികളായി പാവപ്പെട്ട കുടുംബത്തിൽ കയറി കളിക്കും, എന്നിട്ട് മാസ് കാണിക്കും. എന്നെ അടിച്ചുമ്മന്ന് പറഞ്ഞു പോലീസ്. എത്ര ഒരു വാക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്നും പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. പക്ഷെ മനസ്സൊക്കെ കിട്ടി, നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത്. പറഞ്ഞെങ്കിൽ അങ്ങനെ ചെയ്യത്തില്ലല്ലോ, അവന് വിട്ടേക്കോ പോത്തിനെ ചോദിക്കും. ഈ പരാതി കൊണ്ട് ഞാൻ ആ പരാതി എൻ്റെ മോൻ പഴുപ്പ് പോയില്ലേ ഡോക്ടർ. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലെ മെയിൻ ഡോക്ടറാണ് പറഞ്ഞത് മൊത്തവും പഴുപ്പായി പോയെന്ന് പറഞ്ഞു. അവിടെയായിട്ട് നിന്നാ പറഞ്ഞു. പിറ്റേന്ന് കൊച്ചിനെ കിട്ടി, പിറ്റേന്ന് വൈകിട്ട് 4 മണിയായപ്പോൾ കൊച്ചിനെ കിട്ടി. ആ കൊച്ചും വന്നിട്ടായി കെട്ടിപ്പിടിച്ച് കരച്ചിലായിരുന്നു. അന്നേരം ഇതേക്ക് കൊച്ചിനടുത്തും പറഞ്ഞു, അതിൽ സാറാണ് തന്നെ പറഞ്ഞു, സിയാദ് മാമനെ മോനെ കാരണം ഇടിച്ചുകൊണ്ട് വരികയും ചെയ്ത് രാത്രി എന്ന് പറഞ്ഞു. അന്നേരം അത് എനിക്ക് ഇക്കാര്യം കയറി ചോദിച്ചു, സാറേ എന്നെ എന്തിനായിരുന്നു ഇടിച്ചത് എന്ന് സ്റ്റേഷനകത്ത് നിന്നുകൊണ്ടാണ് ഇപ്പോൾ ചോദിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞും ഇക്കാര്യം വെളിയിൽ നിന്നുകൊണ്ട് പറഞ്ഞു, എന്നെ ഇടിച്ച് എന്തിനാണ് ചീത്ത വിളിച്ചിട്ടാണ് പറഞ്ഞത്. എന്നെ ചീത്ത വിളിച്ചിട്ടാണ് പറഞ്ഞത്. എന്നെ എന്തിനാ ഇടിച്ചതെന്ന് എനിക്ക് അറിയണം, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. എൻ്റെ ഇക്കായ പോലീസുകാർ ഇടിച്ചത് അറിയാം, വേറെ ഒന്നുമല്ല. എനിക്ക് ഒരു അസുഖം വേറെ ഒന്നുമില്ല, ഫിക്സ് വരുന്നത്. പക്ഷേ അന്ന് കേസിൻ്റെ കാര്യത്തിൻ്റെ കാര്യമൊക്കെ ഞങ്ങൾ പറഞ്ഞായിരുന്നു. തിരിച്ച് റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കുന്നതിൻ്റെ കാര്യം ഞങ്ങൾ പറഞ്ഞു. ഇപ്പം പപ്പാക്ക് ഭയങ്കര പേടിയായിരുന്നു, വണ്ടിയിലൊക്കെ ഓടുന്നില്ലേ, പോലീസുകാരല്ലേ, എന്തെങ്കിലും ഒരു കിട്ടിക്കഴിഞ്ഞ് ഒരു കള്ളക്കേസ് എന്നെ കൊടുക്കത്തില്ലേ, അന്നേരം അങ്ങനത്തെ ഒരു പേടിയായിരുന്നു. അതെ, പേടി. ആ പേടിയാണ് എല്ലാത്തിനും ഇത്. അതായത് ആ ഇടിച്ച് ചതച്ച സമയത്ത് കൊടുത്തില്ല, കേസ് കൊടുക്കാത്തതിൻ്റെ റീസൺ ആ പാവപ്പെട്ട കുടുംബത്തിന് പേടിയാണ്. കാരണം അവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. എന്തെങ്കിലും പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ നടക്കാൻ കാശും കാണത്തില്ല. ഇനി പരാതി കൊടുത്തു കഴിഞ്ഞാൽ യുവമാർ വേറെ എന്തെങ്കിലും കള്ളക്കേസിൽ കുടുക്കി വീണ്ടും അകത്തിട്ടിടിക്കും. എന്തോ ഒരു തെളിവ് പോലും ഇല്ലാത്തൊരു കേസിന് സിയാദിനെ കിട്ടിയപ്പം ഇടിച്ച് ഇഞ്ചി പരിവാക്കി. യുവമാർക്കാണ് ഇനി ഒരു കള്ളക്കേസ് ഉണ്ടാക്കി വീണ്ടും ഇടിക്കാൻ. അതുകൊണ്ട് അതൊന്നും പേടിച്ചിട്ട് ആ കുടുംബം പിന്നെ പോയില്ല, അതിൻ്റെ പിന്നാലെ പോയില്ല. അവസാനം ഇടിച്ച് ഇഞ്ചി പരിവാക്കി ന്യൂമോണിയം വന്ന് അവസാനം മൊത്തത്തിൽ അങ്ങേരി ഭൂലോകത്തൊന്നും ഇല്ലാണ്ടായപ്പോൾ ആ വിഷമത്തിൽ ആ മകള് വിളിച്ചിട്ട് സ്റ്റേഷനിൽ സംസാരിക്കുന്നതാണ് ഞാനും നിങ്ങളും എല്ലാം കേട്ടത്. ആ കുടുംബത്തിനാണ് നഷ്ടം. ഈ പറയുന്ന പോലീസുകാരന്മാർക്കൊന്നുമില്ല. അവന്മാർ കുറച്ച് ദിവസം കഴിയുമ്പം ഇപ്പം 2 ദിവസം ഒളിവിലും പോയിരുന്നിട്ട് വല്ലതും 2 വെള്ളം അടിച്ചിട്ട് തിരിച്ചു വരും. സസ്പെൻഷൻ വാങ്ങി 2-3 മാസം കഴിയുമ്പോൾ തിരിച്ച് സർവീസിൽ കയറും. ഡിസ്മിസ് ചെയ്യണം, നടപടി എടുക്കണം, ജയിലിലാക്കണം, ശിക്ഷിക്കണം. പറ്റുമോ? പോലീസിലെ ഇതുപോലത്തെ ഇത്തരം ഗുണ്ടായുസം നിറഞ്ഞ ഗുണ്ടകളെ ഒഴിവാക്കണം. ജനമൈത്രി ബോർഡും വെച്ചിട്ട് അകത്ത് ഗുണ്ടകളാണ് ഇരിക്കുന്നത്, ഗുണ്ടായുസമാണ് നടക്കുന്നത്. അതിനെതിരെയാണ് നടപടി എടുക്കേണ്ടത്. അത്രയായപ്പോൾ വന്നായിരുന്നു അതിൽ സാറ്, ശ്രീജിത്ത് എന്ന് പറയുന്ന സാറും പിന്നെ വേറെ ഒരു ഡ്രൈവറും വേറൊരാളും കൂടെ വന്നു കഴിഞ്ഞപ്പം വന്നപ്പോൾ പറഞ്ഞു സിയാദ് എന്തെന്ന് ചോദിച്ചു. സിയാദ് എന്തെന്ന് വെച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്ത് സാറേന്ന് വെച്ചാൽ പറഞ്ഞു അവനെ അന്നേരം കിടക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അവനെ വിളിച്ചുകൊടുത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഗുളിക കഴിച്ചിട്ട് അവൻ്റെ ഗുളിക കഴിപ്പം നിർത്തി തരാമെന്ന്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പോലീസുകാരങ്ങ് അകത്ത് റൂമിൽ കയറി വന്ന് വിളിച്ചപ്പോഴത്തേക്ക് എണീച്ച് എന്തോ സാറേന്ന് ചോദിച്ചാൽ പറഞ്ഞ് നീ ഇങ്ങോട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞു. നിങ്ങൾ പപ്പായെ വെളിയിറക്കി നിർത്തിയപ്പോഴത്തേക്ക് അന്നേരത്തേക്ക് ഞങ്ങളെല്ലാവരും പറയുന്നു വയ്യാത്ത ആളായ എന്തിനാ ഇപ്പോൾ കൊണ്ടുവന്നതെന്നൊക്കെ തിരക്കിയപ്പോൾ ഒക്കെ പറയുന്നത് ഇതിപ്പോൾ നിങ്ങളടുത്ത് പറയേണ്ട കാര്യമില്ല, എന്തെങ്കിലും അറിയണമെങ്കിൽ സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു. ഞങ്ങൾ പപ്പായുടെ ഫോണിൽ നിന്ന് ഒരു കോൾ വരുന്നു. ഫോണൊക്കെ കൊണ്ടുപോയായിരുന്നു. അന്നേരം കോൾ വന്നിട്ട് പറഞ്ഞു ഡി നീ വേഗം പാടി എന്നെ ഇവരൊക്കെ ഇടിച്ചെന്ന് പറഞ്ഞു. പോലീസുകാരെന്നെ ഇടിച്ച് എന്നെ റിമാൻഡ് ചെയ്യുമെന്ന് പറയുന്നു എന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത് ഇനിയും ഇടിക്കുമെന്ന് പറഞ്ഞു. അത് ഇപ്പോൾ ശ്രീജിത്ത് സാറ് വണ്ടി ഇട്ടാണ് ഇടിച്ചത്. അന്നേരം ആ കൊച്ചു പറഞ്ഞെന്ന് പപ്പ കേട്ടോണ്ടിരുന്നേ കൊച്ചു പറഞ്ഞെന്ന് അച്ഛനെ ഒന്നും ചെയ്യല്ലേ, ഇവനെ ചെയ്യാനെ ഇടിച്ചോളാൻ പറഞ്ഞെന്ന്. എന്നിട്ട് പിന്നെ ഞങ്ങൾ കേട്ട് എന്നിട്ട് അവിടെ ചെന്നിന്ന് അന്നേരം ഇവരങ്ങ് ശ്രീജിത്ത് എന്ന് പറയുന്ന സാറ് ഞങ്ങളടുത്തങ്ങ് തോനെ ചൂടായി. എന്തിനാണ് നിങ്ങളിപ്പോൾ രാത്രി ഇങ്ങോട്ട് വന്നത്? അന്നേരം അമ്മ പറഞ്ഞ് രാത്രി കിടന്നുറങ്ങിയ ആളെ വിളിച്ചോണ്ട് പോയതല്ലേ, അന്നേരം എന്തോ കേസെന്ന് ഞങ്ങൾക്ക് അറിയണമെന്ന് പറഞ്ഞു. എൻ്റെ ഇക്കായ ഉറങ്ങി കിടന്നിക്കായ എൻ്റെ ഇക്കായ പിടിച്ചോണ്ട് വന്ന് എന്തിനാന്ന് എനിക്ക് അറിയണമെന്ന് പറഞ്ഞോണ്ട് ഞാൻ ചൂടായപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് അത് ഇവിടെ പരാതി കിട്ടി എൻ്റെ അതുകൊണ്ടാണ് കൊണ്ടുവന്നത്. ഞാൻ ചോദിച്ചു എന്തോ പരാതി, ഇത്രയും നേരം കൊച്ചിനെ തിരക്കി നടന്ന അതിനോ കുറ്റം ചെയ്തെന്ന് ചോദിച്ചു. വേറെ എന്തോ ചെയ്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, അത് ഇവിടെ പാർവതി പരാതി തന്നിട്ടുണ്ട്, പാർവതി രാജാമ്മയും കൂടെ പരാതി തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എന്തുമായാലും എൻ്റെ ഇക്കായ കൊണ്ടുവന്ന് ശരിയായില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ദേഷിക്കുകയും ചെയ്ത് കരയുകയും ചെയ്തു. അന്നേരം സ്നേഹത്തോടെ സംസാരിച്ചിട്ട് പറഞ്ഞ്
അതിനിപ്പോൾ നിങ്ങൾ പേടിക്കണ്ട, അവൻ ഇവിടെ ഒന്നും ചെയ്യത്തില്ല. ക്യാമറ ഒക്കെ കിടക്കുക, അന്നേരം അതിന്റെ ഇടയ്ക്ക് വെച്ച് ഒന്നും ചെയ്യത്തില്ല. ചെയ്താലും ഈ ക്യാമറയിലൊക്കെ പതിയത്തില്ല. പിന്നെ പണ്ടത്തെ പോലീസുകാരല്ല ഇപ്പോഴത്തെ പോലീസുകാരെന്ന്. ഇല്ല ആ വണ്ടി ഇട്ടാണ് ഇടിച്ചത്, കുണിച്ചേർത്തി ഇടിച്ചെന്ന് പറഞ്ഞു. കണക്ക് ഇവിടെ കൊണ്ടുവന്ന് അതിന് ഇങ്ങനെ നിൽക്കത്തില്ല, ചാരി കിടക്കത്തില്ല, ഉറങ്ങത്തില്ല. അത് കണക്കൊന്ന് വേദനയും വെപ്രാളവും ആയിരുന്നു. അങ്ങനെ കൊല്ലത്ത് ഡിസ്ട്രിക്റ്റിൽ പോയി അവിടെ നിന്ന് എക്സ്റേയും സ്കാനിങ്ങും എല്ലാം ചെയ്തപ്പോഴത്തേക്ക് വാരിയലിന് പൊട്ടലുണ്ടെന്ന് പറഞ്ഞു. നേരെ ഈ ഭാഗത്തായിട്ടൊരു സ്റ്റിക്കർ കൊടുത്ത് എന്തോ മരുന്നാണ്, അത് വെച്ചിട്ട് പറഞ്ഞ് എന്താ അനക്കരുത്, ബോഡി അനക്കരുത്, എന്തെങ്കിലും ചെയ്യരുത്, ലെൻസിലോട്ടാവുമെന്ന് പറഞ്ഞു. എന്താ മുതുകത്ത് മൊത്തം വെള്ളവും കെട്ടി വാരിയിൽ ഇടിച്ച് പൊട്ടിച്ചിരിക്കുന്ന കടയാടി മക്കൾ. റിബ് അകത്തോട്ട് ഹാർട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ തീർന്നു. തീർത്തില്ലടാ ഒരു കുടുംബം. ഗുണ്ടകളാ അവനൊക്കെ, ഗുണ്ടകള്. സിയാദിനൊരു 17-ാം തീയതി ഉച്ചയോടെ തന്നെ വിളിച്ചായിരുന്നു. വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു എൻ്റെ വീട്ടിൽ നിന്ന് പോലീസുകാർ 16-ാം രാത്രി 12 മണിക്ക് പോലീസുകാർ വിളിച്ചുകൊണ്ട് പോയി. ഒരു കാര്യം തിരക്കാൻ പറഞ്ഞാൽ വിളിച്ചുകൊണ്ട് പോയി ഒരു പെരുമ്പഴേക്കും കേരളം സ്ഥലത്തിന് ഇടയ്ക്ക് നിർത്തി ജീപ്പ് നിർത്തിയിട്ട് പുള്ളിയെ മറിക്കുകയായിരുന്നു. മറിച്ചിട്ട് ചോദിക്കുന്നത് കൊച്ചെവിടെയാണ്. പുള്ളിക്ക് ആരും അറിയത്തില്ല. അപ്പോൾ സാറേ കാര്യം പറഞ്ഞു എനിക്ക് വിഷ്ണു എന്ന് പറഞ്ഞ പയ്യൻ്റെ മകനെ നീ തട്ടിക്കൊണ്ട് പോയി പറഞ്ഞ പേര് കേസ് എന്ന് പറഞ്ഞു. അപ്പോൾ സാറേ ചെയ്തില്ല, വിഷ്ണുവിൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ വിഷ്ണുവിൻ്റെ മകളാണ് കേസ് കൊടുത്തേക്കുന്നത്. ഈ വിഷ്ണുവിൻ്റെ മകൾ ഇപ്പോൾ സിയാദ് കാര്യം പറഞ്ഞു. ഈ വിഷ്ണുവിൻ്റെ മകളും വേറെ റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പം അതുമായിട്ട് സിയാദ് വിലക്കെന്ന് വെച്ചാൽ മോളെ തെറ്റാണ് വെച്ചാൽ അച്ഛൻ്റെ കൂട്ടുകാർ തമ്മിലുള്ള ഇത് വെച്ചിട്ട് പറഞ്ഞു മോളെ തെറ്റാണ് ഞാൻ ചെയ്തെന്ന് പറയാം. ആ ഒരു പ്രശ്നത്തിലാണ് ഈ കൊച്ച് സിയാദിൻ്റെ പേര് കേസ് കൊടുത്തത്. ഈ മിസ്സിംഗ് കേസ് വരാൻ കാര്യം ഈ സഹോദരങ്ങൾ തമ്മിലുള്ള അടിയിൽ ആൺ പയ്യൻ വീട്ടിൽ ഇറങ്ങിപ്പോയി. ആ കേസാണ് സംഭവം ഉണ്ടായത്. അതിനകത്ത് സിയാദിനെ ക്രൂരമായി ഇടിക്കുകയായിരുന്നു പോലീസുകാർ. ജീപ്പിലിരുത്തി ഇടിക്കുകയായിരുന്നു. എന്നെ വിളിച്ച് പറഞ്ഞു കാര്യം പറഞ്ഞു എനിക്ക് വയ്യ, ഒട്ടും വയ്യ, ചുമ കാര്യങ്ങൾ വാരിയിലെടുക്കാൻ വയ്യ. പക്ഷേ എൻ്റെ പൊന്നുമോളെ, നീ എന്നാലും ഈ ക്രൂരത ചെയ്തല്ലോ. നിന്നെ ഉപദേശിച്ചതാണോ സിയാദ് ചെയ്ത തെറ്റ്? 15 വയസ്സേ ഉള്ളൂ നിനക്ക്. എന്തു പറയാ, നിന്നെ ഉപദേശിച്ചതാണോ സിയാദ് ചെയ്ത തെറ്റ്? അതിൻ്റെ പേരിൽ അങ്ങേരെ തട്ടിക്കൊണ്ടുപോയെന്നായല്ലേ. നിൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരനെന്ന് പറയുമ്പോൾ നിനക്കൊരു മാമൻ്റെ സ്ഥാനം, ആ ഒരു സെറ്റപ്പാ അല്ലേ? എന്തിനായിരുന്നു മോളെ ഇത്? എന്തിന്? നിനക്ക് ഒരു പ്രേമം ഉണ്ടായപ്പോൾ അത് വിലക്കി, അല്ലെങ്കിൽ ഉപദേശിച്ചു വേണ്ട മോളെ അതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞ് ഉപദേശിച്ചതാണോ ചെയ്ത തെറ്റ്? അതിന് നീ അങ്ങേരാണ് എൻ്റെ പിന്നിലെന്ന് പറഞ്ഞ് കൊണ്ട് കേസ് കൊടുത്തു. ഒന്നും പറയാനില്ല. 3 കാരനെ കാണാതെ പരാതിയിലാണ് ഈ സിയാദിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഈ കസ്റ്റഡിയിലെടുത്ത ശേഷം തന്നെ അന്ന് രാത്രി അതായത് ആ 13 കാരൻ വീട്ടിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞ ശേഷം അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് അതായത് ഒരു തെളിവ് പോലും ഇല്ലാതെയാണ്, അതായത് ഒരു തെളിവ് പോലും ഇല്ലാതെയാണ് ഈ സിയാദിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഈ 13 കാരൻ ഈ സൗദിയുടെ പരാതിയിൽ ഈ കസ്റ്റഡിയിലെടുക്കുന്നു. പക്ഷേ അന്ന് രാത്രി തന്നെ ഈ 13 കാരൻ തിരിച്ചെത്തുന്നു, സ്റ്റേഷനിലെത്തുന്നു, കാര്യങ്ങൾ പറയുന്നു. പക്ഷേ എന്നിട്ട് പോലും അതായത് പിറ്റേന്ന് രാവിലെ അത് സിഐ വന്നാൽ മാത്രമേ അതായത് സിയാദിന് വിടുകയുള്ളൂ ഈ പോലീസുകാർ ഉൾപ്പെടെ ഈ സിയാദിന്റെ ഭാര്യയോട് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ തൊട്ടി പരിപാടിയല്ലേ, വ്യാജ പരാതിയെ തുടർന്നിട്ട് കേസെടുത്ത് കൊണ്ടുപോയി. ഓക്കെ, കേസെടുത്തോന്ന് അറിയത്തില്ല, മേ ബി ഒരു തെളിവ് പോലും ഇല്ലാണ്ട് പാവം സിയാദിനെ പിടിച്ചുകൊണ്ട് പോയി ഇടിച്ച് ഇഞ്ചിപ്പരുവാക്കി. എന്നിട്ട് ആ കുട്ടി കാണുവാനില്ല എന്ന് പറഞ്ഞ് പോയ കുട്ടി തിരിച്ചു വരികയും അത് പോലീസ് ഹാജരായൊക്കെ ചെയ്തതിനു ശേഷം അന്ന് പോലും ഈ സിയാദിനെ പുറത്തു വിട്ടില്ല, അകത്ത് വെച്ചു. അപ്പോൾ ഇല്ലാത്ത ഒരു കള്ളക്കേസിൽ കുടുക്കി അകത്ത് വച്ച് ഇടിച്ച് ഇഞ്ചിപ്പരുവാക്കിയിട്ട് അടുത്ത ദിവസം സിഐ വന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞാൽ അപ്പോൾ പാവപ്പെട്ടവൻ്റെ നെഞ്ചത്ത് ഇവനൊക്കെ എന്ത് തോന്നിവാസം കാണിക്കാന്നുള്ളൊരു സാധനമല്ല ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ചോദിക്കാനും പറയാനും ഇല്ലാത്ത പാവപ്പെട്ടവന്മാരുടെ നെഞ്ചത്ത് എന്ത് തന്തയില്ലായ്മ തോന്നിവാസം കാണിക്കാൻ ഇവിടെ പോലീസിന് റൈറ്റ്സ് ഉണ്ടോ? എല്ലാ പോലീസുകാരെയും കുറ്റം പറയത്തില്ല കേട്ടോ, ഞാൻ തുടക്കം മുതലേ പറയുന്നത്. കാരണം നല്ല പോലീസുകാരെ എനിക്കറിയാം. പക്ഷേ ഇതുപോലുള്ളവന്മാർ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ നാണക്കേടാം. ഓക്കെ, കള്ള കേസിൽ കുടിക്കതും പോരാഞ്ഞിട്ട് എടുത്തകത്ത് വെച്ചോണ്ടിരുന്നു. മനുഷ്യാവകാശമൊക്കെ എവിടെ എനിക്കറിയത്തില്ല. ഇതിലൊക്കെ ഇടപെട്ടേ പറ്റത്തുള്ളൂ. പോലീസുകാരന്മാർക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സകലമാന അപരാധി മക്കളെയും ശിക്ഷിക്കണം. ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ സിയാദിൻ്റെ മരണത്തിൽ പറ്റിയിട്ടുള്ള പങ്ക് ഉള്ള എല്ലാവരെയും ശിക്ഷിക്കണം. വളരെ കഷ്ടോടെ ഒരു കുടുംബത്തിനെ ഇല്ലാതാക്കി തൊലച്ച് നാറാണത്താക്കിയപ്പോൾ നിനക്കൊക്കെ എന്നാ സുഖമാണ് കിട്ടിയത്? ഒരുത്തനെ ഇടിക്കാൻ കിട്ടാൻ വേണ്ടി നോക്കിയിരുന്നു. ഒരു പാവപ്പെട്ടവനെ, ചോദിക്കാനും പറയാൻ ആരും ഇല്ലാത്ത ഒരുത്തനെ ഇടിക്കാൻ കിട്ടാൻ വേണ്ടി നീയൊക്കെ നോക്കിയിരുന്നു. അറിയാത്തതുകൊണ്ട് ചോദിക്കുക. ഇനി വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, കേട്ടു നോക്കാം. ഞാനിപ്പോൾ സിയാദിൻ്റെ വീട്ടിൽ പോയിട്ട് വരികയാണ്. സിയാദിൻ്റെ ഉമ്മയായിട്ടും വാപ്പയായിട്ടും കണ്ടിരുന്നു.
അപ്പോൾ ജൂൺ 16-ാം തീയതി രാത്രി 12 മണിക്കാണ് സിയാദിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. പാർവതി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ പരാതിയിന്മേലാണ്. അവൾ ഇപ്പം ഈ വീട്ടിൽ നിന്ന് അറിഞ്ഞത്, സിയാദിൻ്റെ ഭാര്യയിൽ നിന്ന് അറിഞ്ഞത്, ഈ പെൺകുട്ടി ഇവിടെ ഏതോ ഒരു പോലീസുകാരനുമായിട്ട് നല്ല ബന്ധമുണ്ട്. അവൾ വിളിച്ച പോലീസിനോട് പറയപ്പം ഞാൻ പോലീസുകാരുടെ ഒന്നും പേരിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടുത്തെ CIയും ബന്ധപ്പെട്ട പോലീസ് ഓഫീസർമാരും അത് കണ്ടെത്തി ഉചിതമായി നടപടി സ്വീകരിക്കണം. അപ്പോൾ പോലീസുകാർ 4 പേരാണ് വാഹനത്തിൽ അവിടെ ചെന്നത്. അർദ്ധരാത്രിയിൽ വീട്ടിൽ നിന്ന് സിയാദിനെ തട്ടി ഉണർത്തി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയായിരുന്നു. അവന് ഫിറ്റ് വരുന്ന പയ്യനാണ് നേരത്തെ. അതുകൊണ്ട് ഈ പ്രശ്നം ഇവർ അന്വേഷിച്ച് നടന്നു. ഈ കുട്ടിയെ ഇവൻ്റെ ബ്രദറിനെ കാണാതെ പോയി, അത് ഇവൻ ആണ് തട്ടിക്കൊണ്ടുപോയെന്നാണ് പാർവതിയുടെ പരാതി. വാസ്തവം അതല്ല. ഈ കുഞ്ഞ് ഞാനിപ്പോൾ വീട്ടിൽ ചെന്നപ്പം സിയാദിൻ്റെ ബാപ്പ പറഞ്ഞത്, ഇവനെ ഇടയ്ക്കിടയ്ക്ക് അവിടെയും കൊണ്ടുവന്ന് ഭക്ഷണമൊക്കെ കൊടുക്കുന്ന ഇവനോട്ട് അടുത്തൊരു കുട്ടിയാണ്. ആ കുടുംബം ഇവരുടെ അടുത്ത ബന്ധമാണ്. സിയാദും വിഷ്ണുവും അടുത്ത സുഹൃത്തുക്കളാണ്. വിഷ്ണുവിൻ്റെ മക്കളാണ് ഈ പറഞ്ഞ കാണാതെ പോയതും പരാതി കൊടുത്ത മോളും. അപ്പോൾ ഈ പരാതിയിന്മേൽ പോലീസ് അറസ്റ്റ് ചെയ്ത് വരുന്ന വഴി തന്നെ തല്ലി. ഇവിടെ വന്നിട്ട് തല്ലിയോന്ന് എനിക്കറിയില്ല, എന്തായാലും വരുന്ന വഴി നല്ലപോലെ തല്ലിയിട്ടുണ്ട്. എന്നിട്ട് ഇവനെ പിറ്റേന്ന് രാവിലെ കാണാതെ പോയ പയ്യൻ തിരിച്ചു വന്നു. തിരിച്ചു വന്നതിൻ്റെ ഭാഗമായി പോലീസിന് വിടേണ്ടി വന്നു. അപ്പോൾ വിടേണ്ടി വന്നപ്പം ഇവിടെയുള്ള പോലീസ് ഫ്രൂട്ടിയൊക്കെ വാങ്ങിക്കൊടുത്താൽ വിട്ടേന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊരബദ്ധം പറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞു വിട്ടു. പറഞ്ഞു വിട്ടിട്ട് ഈ പയ്യൻ അവൻ ഇത്രയും തല്ലുകൊണ്ട് ഭാര്യയെല്ല് പൊട്ടി. എന്നിട്ട് അവൻ എഴുന്നേറ്റ് നിൽക്കാൻ വയ്യെങ്കിലും അവൻ വീട്ടിൽ പോയി കിടന്നു. ഒടുവിൽ ഭാര്യ പറഞ്ഞിട്ട് വാപ്പ ആശുപത്രി കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് വാപ്പയാണ് അവനെ ഇവിടെ കുണ്ട്ര താലൂക്ക് ആശുപത്രിയിൽ പോകുന്നു. അവിടെ ചെന്നപ്പം അത് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഒരു ജില്ലാ ഓഫീസിലേക്ക് വിടുന്നു. ജില്ലാ ആശുപത്രിയിൽ ചെന്നപ്പോൾ ഡോക്ടർമാർ പരിശോധിച്ചപ്പോഴാണ്, അവർ എക്സ്റേ എടുത്തപ്പോഴാണ് വാരിയെല്ലിന് പൊട്ടലുണ്ട് എന്ന് കണ്ടെത്തിയത്. ഫ്ലൂയിഡൊക്കെ കെട്ടിയിരിക്കുന്നത് കൊണ്ട് ഇവിടം കൊണ്ട് അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അവർ 108 ആംബുലൻസിൽ, ഡോക്ടറാണ് ആംബുലൻസ് വിളിച്ച് മെഡിക്കൽ കോളേജിലേക്ക് വിടുന്നത്. മെഡിക്കൽ കോളേജിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവനെ സംസാരിക്കാൻ തന്നെ പറ്റാതായി. അവസാനം അവർ ഐസിയുലാക്കിയാണ് ഇപ്പം മരിക്കുന്നത്. അപ്പോൾ 1 മാസം മുമ്പുള്ള സംഭവം, തല്ലുകൊണ്ട് വാരിയെല്ല് പൊട്ടി അവന് ഉള്ളെല്ലാം പഴുത്ത് ആണ് ഇത്രയും ഗൗരവതരമായ തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലീസ്, പ്രത്യേകിച്ച് കുണ്ട്ര പോലീസ്, ഇലക്ഷന് തൊട്ടുമുമ്പാണ് ഒരു ഉത്സവ സ്ഥലത്ത് പോയി ഉത്സവത്തിന് പെൺകുട്ടികളെ അടക്കം തല്ലിയത്. ഇവിടെ വരുന്ന CIക്കൊന്നും എന്ത് നിയന്ത്രണം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ കുറേ പോലീസുകാരുണ്ട്, അവർക്ക് തോന്നുന്ന കണക്കാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ഞാൻ തന്നെ നേരത്തെ പലപ്പോഴും ഇവിടെ പരാതിപ്പെട്ടിട്ടുള്ളതാണ്. പോലീസിനെ, ഇവിടെ സ്ഥിരമായിരിക്കുന്ന പോലീസിനെ മാറ്റണം. ഇവരിങ്ങനെ ഒട്ടേറെ വേണ്ടാതിനും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് കൃത്യമായി, നമുക്ക് പോലീസുകാരോട് വ്യക്തിപരമായ വിദ്വേഷമൊന്നുമില്ല. അവരവരുടെ ജോലി ചെയ്യണം. നാട്ടിലെ പൗരന്മാർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഏതെങ്കിലും ഒരു പരാതി കിട്ടിയാൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരാം. വരുന്ന വഴിയെ തല്ലുക, മാരകമായി തല്ലുക, വാരിയെല്ല് പൊട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയതല്ലല്ലോ നടത്തിയിരിക്കുന്നത്. വാരിയെല്ല് പൊട്ടുന്നത് വരെ അടിക്കുക, അത് മരണത്തിലേക്ക് അവസാനം കലാശിക്കുക. ഇത് അതീവ ഗൗരവതരമാണ്. എനിക്ക് ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയോട് പറയാനുള്ളത്, ഇതേക്കുറിച്ച് അന്വേഷിക്കണം. ബന്ധപ്പെട്ട പോലീസുകാരുടെ പേരിൽ ഉചിതമായ നടപടിയെടുക്കണം. തല്ലേറ്റ്, പോലീസ് കസ്റ്റഡിയിൽ തല്ലേറ്റ് മരിച്ച സിയാദിൻ്റെ വീടിന് നഷ്ടപരിഹാരം നൽകണം. അതില്ല എങ്കിൽ അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ പോകും എന്ന് മുന്നറിയിപ്പാണ് കേരളത്തിലെ ആഭ്യന്തരമന്ത്രിക്ക് നൽകാനുള്ളത്. അദ്ദേഹം അതിശക്തമായി ഇടപെടണമെന്നാണ് പറയാനുള്ളത്. അത് ഞങ്ങൾ നടപടി അടിയന്തരമായി സ്വീകരിച്ചില്ലെങ്കിൽ പോരാട്ടം ഇതുപോലെയൊന്നും ആയിരിക്കില്ല. അതിശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് പറയാനുള്ളത്. ചെറിയതല്ലല്ല തല്ലിയത്, അടിച്ച് ഇഞ്ചിപ്പരുവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, ഈ പോലീസുകാർ എന്തടിസ്ഥാനത്തിലാണ് കേസ് എടുത്തതെന്നൊന്ന് അറിയണം. ഓക്കെ, ഒരു കൊച്ചു വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞ് വ്യാജ പരാതിയെ തുടർന്ന് കേസെടുക്കുന്നു, അവന്മാരെ തോന്നിയ ദിവസം കാണിക്കുന്നു, ഇടിക്കുന്നു, ഇഞ്ചിപ്പരുവാക്കുന്നു. എന്തുവാടേ ഇത്? സിനിമയാണ് നീയൊക്കെ കാണിക്കുന്നത്? ആ സിയാദിൻ്റെ മകളുടെ കരച്ചിൽ, ആ കൊച്ചു കരഞ്ഞ് പറയുന്നത് കേട്ടില്ലേ? എഴുതി വെച്ചോ നീയൊക്കെ. അതുപോലെ ഇവനൊക്കെ വീണ്ടും ഡിപ്പാർട്ട്മെൻറ്റിൽ കയറ്റി ഇരുത്തി തൊപ്പിയും കൊടുത്ത് വെച്ച് ഇരുത്തുന്ന മറ്റേ പരിപാടിയും കണ്ടിട്ട് ഇല്ലാണ്ടാക്കി. ഒരുപാട് സിയാദുണ്ട്. ഇതിപ്പോൾ 1 മാസം മുന്നേ നടന്ന സംഭവമാണ്. നമ്മൾ ആരെങ്കിലും അറിഞ്ഞോ? ഇല്ല. ഇന്ന് സിയാദ് മരണപ്പെട്ടത് കൊണ്ട് ഇത് പുറം ലോകം അറിഞ്ഞു. ഇത് വിഷയമായി ന്യൂസിൽ ചർച്ചയായി 10 ആളറിഞ്ഞു. അല്ലെങ്കിൽ ഇതൊരു പട്ടിക്കുഞ്ഞും അറിയത്തില്ല. ഇതുപോലെ ഇടികൊണ്ട് ഇഞ്ചിപ്പരുവായ ഒരുപാട് പാവപ്പെട്ടവരുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഈ സിയാദിനെ തീർത്ത യുവമാരെ കയ്യിൽ നിന്ന് ഇടി വാങ്ങിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ രംഗത്ത് പ്രതികരിക്കുക. എനിക്കതേ പറയാനുള്ളൂ. ഇതുപോലെ മിക്ക സ്റ്റേഷനുകളിലും നടക്കുന്നുണ്ട്, ഇടിച്ച് ഇഞ്ചിപ്പരുവാക്കുന്നുണ്ട്. ചോദിക്കാനും പറയാൻ ആരും ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് പാവപ്പെട്ടവന്മാർക്ക് ഇവിടെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. റോട്ടിലിറങ്ങി പെറ്റിയടിച്ച് നടന്നാൽ പോരാടായി.
പാവപ്പെട്ടവന്മാരെ എടുത്ത് ഇഞ്ചിപ്പരുവാക്കണ്ട. അല്ല ഒരു പരാതി തുടർന്ന് വന്നാൽ മാന്യമായിട്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് മാന്യമായിട്ട് സംസാരിച്ചിട്ട് വിട്ടാൽ പോരെ. എന്തിനാണ് ഈ പരുവാക്കുന്നത്? കൊല്ലണം അവനെയൊക്കെ. അതാണ് ചെയ്യേണ്ടത്. തൂക്കണം. തൂക്ക് കയറൽ കുറഞ്ഞ് ശിക്ഷ അവനൊക്കെ കൊടുക്കല്ലേ. ഇവൻ്റെയൊക്കെ കുത്തിക്കഴപ്പം കൈ ആരോഗ്യവും മറ്റേ പാവപ്പെട്ടവന്മാരെ നെഞ്ചത്തല്ല കാണിക്കേണ്ടത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട്